ഹായ് ഗൈസ്, എന്നാ ഉണ്ട്? വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. 2023 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാന ഘടകമാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ. കൃത്യമായിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഡെഡ് ലൈന് മുമ്പായിട്ട് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിൽ സബ്മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എക്സാം എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ 2023 ജൂണിൽ എഴുതാൻ പോകുന്ന എക്സാമിന് ഏത് അസൈൻമെൻ്റ് ആണ് വെക്കേണ്ടത്, എപ്പോഴാണ് അപ്ഡേഷൻ വരുന്നത്, എവിടെയാണ് സബ്മിഷൻ ചെയ്യേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. നിങ്ങൾ അലമാരയിൽ ആദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്ട്ലി കോളേഴ്സ്, ക്രെഡിബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക. ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഈ അസൈൻമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഗ്നോ വളരെ റീസെൻ്റ് ആയിട്ടാണ് പ്രോഗ്രാം വൈസ് അസൈൻമെൻറ്റുകൾ അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. നേരത്തെ നമുക്കിത് ഒറ്റ സിംഗിൾ വിൻഡോയിൽ നിന്നായിരുന്നു മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ തന്നെ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് ഒക്കെ കാണാം. ഏറ്റവും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്ത കോഴ്സുകളിൽ ഒന്നായിട്ടുള്ള BCOM എടുത്ത് നമുക്ക് നോക്കാം. BCOMൽ എന്താണ് അപ്ഡേറ്റ് എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതൊറ്റ സിംഗിൾ വിൻഡോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 2022 ജൂൺ, ജൂലൈ, പിന്നെ 2022, 23, 2021, 22 ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആയില്ല. എഴുതാൻ പോകുന്ന എക്സാമിനനുസരിച്ചാണ് നമ്മൾ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 2023 എക്സാം എഴുതാൻ പോകുന്നത് വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. 2023 ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഇയർലി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ 2022 അഡ്മിഷൻ എടുത്ത ഇയർലി വിദ്യാർത്ഥികൾ, അതായത് 2022 പുതുതായിട്ട് BA, BCOM ഒക്കെ BSc പ്രോഗ്രാമൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഇയർലി വിദ്യാർത്ഥികൾ. മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിലും MA, M.Sc പ്രോഗ്രാമുകൾ, അതുപോലെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ ഇയർലി ആയിട്ട് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണ് ഇത്തവണ എഴുതാൻ പോകുന്ന ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ. അല്ലെങ്കിൽ 2022 ജൂലൈയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകേണ്ടത്. പിന്നെ മറ്റൊരു കൂട്ടം ആൾക്കാരാണ് ഈ സെമസ്റ്റർ വൈസ് വരുന്നത്, അതായത് MCOM പ്രോഗ്രാം, MBA പ്രോഗ്രാം, MCA പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ജൂണിൽ എക്സാം എഴുതാം. അപ്പോൾ അവർ എക്സാം എഴുതേണ്ടതിൽ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യേണ്ടതും ഈ സെയിം ടൈമിൽ തന്നെയാണ്. പക്ഷേ അവർ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ജനുവരി 2023 അഡ്മിഷൻ എടുത്തിരിക്കുന്നതും രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വരുന്ന ജൂണിൽ എക്സാം വരുന്നത്. ഇപ്പോൾ BCOM പ്രോഗ്രാമിൽ BCOMG CBCS എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള 2019 മുതൽ ഫോളോ ചെയ്യുന്ന BCOM പ്രോഗ്രാമാണ്. ഇവിടെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും. സെഷൻ 2022-23 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സെഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അസൈൻമെൻറ്റ്സ് 2 സെഷനിലേക്കുള്ളതാണ്. ജൂലൈ 2022 ജനുവരി 2023 അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന് താഴെ തന്നെ 21, 22 കൊടുത്തിട്ടുണ്ട്, 20, 21 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾഡ് സെഷനിലാണ്. ഇതൊന്നും അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ജൂൺ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലപ്പോഴും ഏറ്റവും റീസെൻ്റ് എന്ന് പറഞ്ഞിട്ടും പല ആളുകൾക്കും ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ ചോദിക്കുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഒരു കാരണവശാലും ഡൗട്ട് ഉണ്ടാകില്ല. പിന്നെ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലും ഈ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾറെഡി ജൂണിന് വേണ്ടിയുള്ളത് അപ്ഡേറ്റ് ആയതെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിരിക്കുന്നുണ്ട്. അതും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ അല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ BCOC 131 അത് നമുക്ക് ഫസ്റ്റ് ഇയറിലെ പേപ്പറാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് 2022-23 കൊടുത്തിട്ടുണ്ട്. വാലിഡ് ഫ്രം 1 ജൂലൈ 2022 ടു 30 ജൂൺ 2023. അപ്പം ചോദിക്കും, ഇത് ഞങ്ങൾക്ക് ജൂൺ എക്സാമിന് എഴുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ജൂൺ എക്സാം എഴുതാൻ സാധിക്കും. കാരണം ജൂണിലെ എക്സാമിനുള്ള അസൈൻമെൻറ്റ്സ് സബ്മിഷൻ ചെയ്യേണ്ടത് മാർച്ച് ലാസ്റ്റ് വീക്കിലേക്കാണ്. അപ്പോൾ മാർച്ച് ലാസ്റ്റ് വീക്കിലേക്ക് ഈ അസൈൻമെൻറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ അതിന് തൊട്ട് താഴെ നമുക്കല്ലേ കാണാൻ സാധിക്കും അസൈൻമെൻറ്റ് വെക്കേണ്ടത് എന്നാണ് ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. Those students who are appearing in June 2023 session term and examination have to submit latest by 15 March 2023 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 15 മാർച്ച് എന്നുള്ളത് നമുക്ക് മാർച്ച് ലാസ്റ്റ് വീക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യും സാധാരണഗതിയിൽ. ചില അസൈൻമെൻറ്റുകളിൽ അത് ഏപ്രിൽ 15 ഏപ്രിൽ 30 ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ തന്നെയുള്ളൊരു കോമൺ പേപ്പറാണ് BE-VAE 181. ഇത് പക്ഷേ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അതിനർത്ഥം ഈ അസൈൻമെൻറ്റ് വെക്കണ്ട എന്നല്ല, ഈ അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. ഈ അപ്ഡേഷൻ വരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഇവിടെ നമുക്ക് ബ്ലൂ കളറിലോ ഒക്കെ നമുക്ക് ലിങ്ക് ഓപ്പൺ ആയെങ്കിൽ മാത്രമായിരിക്കും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ 2021-22 സെഷനിൽ നമുക്ക് BE-VAE എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു കാണാൻ ലിങ്ക് ഉണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ. പക്ഷേ ഇതല്ല യൂസ് ചെയ്യേണ്ടത്. ഇത് ഓൾഡ് അസൈൻമെൻറ്റ്സ് ആണ്. ഈ അസൈൻമെൻറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യില്ല. കാരണം ഇതിൻ്റെ വാലിഡിറ്റി
31 ഡിസംബർ 2022 വരെയായിരുന്നു. അതായത് ജൂണും ഡിസംബറിലെ എക്സാമും എഴുതാൻ സാധിക്കും. അതിനുശേഷമുള്ള അസൈൻമെൻറ്റ്സുകൾ ഈ അസൈൻമെൻറ്റ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി വരുന്നത്. അപ്പം 2022-23 സെഷനിലെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു ലിങ്കും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്, ജനുവരി 2023 ജൂലൈ 2023 എന്ന് പറഞ്ഞിട്ട്. അതായത് ജനുവരി അഡ്മിഷനിലും വരാൻ വന്ന ജൂലൈ അഡ്മിഷനുള്ള വിദ്യാർത്ഥികളുടെയാണ് ഈ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അസൈൻമെൻറ്റുകളൊക്കെ അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേഷൻസ് ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് അപ്ഡേഷൻ ഉണ്ടാവും. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായ അപ്ഡേറ്റ് കൊടുക്കും. ഗ്രൂപ്പിൽ പോസ്റ്റും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അപ്ഡേഷൻ തരുന്നതായിരിക്കും. പിന്നെ കോമൺ ആയിട്ടുള്ള BA പ്രോഗ്രാം, അതായത് BA ജനറൽ പ്രോഗ്രാമിൻ്റെ ഓൾമോസ്റ്റ് അസൈൻമെൻറ്റ്സും പിന്നെ നോർമലായിട്ട് എടുക്കുന്ന ഹോണർ ഡിഗ്രിയുടെ ഒക്കെ തന്നെ അസൈൻമെൻറ്റുകൾ ഓൾമോസ്റ്റ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എല്ലാം അപ്ഡേറ്റ് ആയിട്ടെന്നല്ല പറയുന്നത്, അപ്ഡേറ്റ് ആകാൻ ഇനിയും ഉണ്ട്. അപ്പോൾ അപ്ഡേഷൻ വന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയറിൽ ഏകദേശം 8 സബ്ജക്റ്റോളം ഉണ്ട്. ആ 8 സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ്സ് വേണം സബ്മിഷൻ ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്രേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഇത്ര മാത്രമേ എഴുതുന്നു എന്ന് വെക്കരുത്. നിങ്ങൾ അസൈൻമെൻറ്റുകളെല്ലാം തന്നെ സബ്മിഷൻ ചെയ്യുക. ഇൻ കേസ് അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റേ പ്രധാനപ്പെട്ട കാര്യം മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമാണ്. ഒത്തിരിയധികം ആളുകൾ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിന് MCOM MBA സ്റ്റുഡൻസ് ആണ്. MBA സ്റ്റുഡൻസിൻ്റെ കാര്യം, MBA എടുക്കുന്ന ആളുകളുടെ പുതിയ സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ്സ് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ജൂലൈ 2022 ജാനുവരി 2023 സെഷൻ, അതായത് ജൂലൈയിൽ അഡ്മിഷൻ എടുത്തവർക്കും ജനുവരിയിൽ അഡ്മിഷൻ എടുത്തവർക്കും ഫസ്റ്റ് സെമസ്റ്ററിലേക്കുള്ള MMPC 1 മുതൽ 7 വരെയുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഇവിടെ ലാസ്റ്റ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട് അസൈൻമെൻറ്റ് വെക്കാനുള്ളത്. ജനുവരി 2023 സെഷനിൽ എടുത്തവർക്കും 30 ഏപ്രിൽ 2023 വരെ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല അസൈൻമെൻറ്റുകളിലും പല ഡേറ്റുകളായിരിക്കും വരുന്നത്. അത് ഇയർലി അഡ്മിഷനും സെമസ്റ്റർ അഡ്മിഷനും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് വരും. ഇപ്പം നിലവിൽ എന്തായാലും മാർച്ച് ലാസ്റ്റ് വീക്ക് മുതൽ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് വരെ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യാൻ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുകളിൽ സാധിക്കുന്നതാണ്. അതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഈ സെക്കൻഡ് സെമസ്റ്റർ, അതായത് ജൂലൈ 2022 അഡ്മിഷൻ എടുത്ത ആളുകൾ അവരുടെ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെൻറ്റ്സ് അപ്ഡേറ്റ് ആയിട്ടില്ല, അപ്ഡേറ്റ് ആകുന്നതേ ഉള്ളൂ. അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇൻഫർമേഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിലവിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിന് വാലിഡിറ്റി 31 ഒക്ടോബർ വരെ മാത്രമായിരുന്നു. അപ്പം പുതിയ അസൈൻമെൻറ്റുകൾ അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 160+ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ഉണ്ട്. അവിടെ അപ്ഡേഷൻസ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാം. അതുപോലെ MBA സ്റ്റുഡൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. MCOM പ്രോഗ്രാമുകളുടെ കാര്യം, MCOMും ഇപ്പോൾ സെമസ്റ്ററിലേക്ക് മാറിയിട്ടുണ്ട്. പഴയ സ്റ്റുഡൻസ് ഇയർലിയുമാണ്. അവർക്ക് ഒത്തിരിയധികം സംശയമാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഏകദേശം 200+ സ്റ്റുഡൻസ് ഉണ്ട് MCOMിൽ. അവർക്ക് വളരെയധികം ഡൗട്ടാണ്. എപ്പോഴും അവരോട് ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് വളരെയധികം ഡൗട്ടാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവരുടെയും സെക്കൻഡ് സെമസ്റ്ററിലെ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് നിലവിൽ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഫസ്റ്റ് സെമസ്റ്റർ അപ്ഡേറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് സെമസ്റ്റർ അപ്ഡേഷൻ വരാനിരിക്കുകയാണ്. അപ്പം ഉടൻ തന്നെ അപ്ഡേഷൻസ് പ്രതീക്ഷിക്കുന്നു. വരുന്ന ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഉണ്ടാകും. അതേപോലെ അവരുടെ MCOM സ്റ്റുഡൻസിൻ്റെ ഓൾഡ് സിലബസ് വരുന്ന ഇയർലി സ്റ്റുഡൻസിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും അവർക്ക് ആക്സസ് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് 1-2 പ്രോഗ്രാമുകൾ എടുത്ത് പറയുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്കാണ് പറയുന്നത്. നിങ്ങളുടെ മറ്റ് പ്രോഗ്രാമും സ്റ്റുഡൻസിൻ്റെയും നിങ്ങളുടെ അതാത് അസൈൻമെൻറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമോ. നിങ്ങൾ അസൈൻമെൻറ്റുകൾ സോൾഡ് അസൈൻമെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കുക. കാരണം സോൾഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് പല ആളുകളോടും പല തവണയായിട്ട് പറഞ്ഞിട്ടും പലപ്പോഴും സോൾഡ് അസൈൻമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റുഡൻസിൻ്റെ തീരുമാനമാണ് നിങ്ങൾ സോൾഡ് ഉപയോഗിക്കണോ നിങ്ങൾ അല്ലാതെ ഉപയോഗിക്കണോ. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. കാരണം അതിനായിരിക്കും അൾട്ടിമേറ്റ്ലി എപ്പോഴും സക്സസ് ഉണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതും. ഈ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ വഴി നിങ്ങളുടെ തിയറി എക്സാമിനും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം. അതിന് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി പോയി ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ സ്കോർ ചെയ്യാമെന്ന്. ആ വീഡിയോ എന്തായാലും കാണാൻ മറക്കാതിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം, അഡ്മിഷൻ എടുത്തവരാണ്. ജൂലൈ 2023 എക്സാം എഴുതാൻ പോകുന്ന കൂട്ടത്തിൽ ജനുവരി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പം ജനുവരിയിൽ പുതുതായിട്ട് സെമസ്റ്റർ വൈസ് ജോയിൻ ചെയ്യാൻ പോകുന്ന MCOM പ്രോഗ്രാം, MBA, MCA, BCA പ്രോഗ്രാം വിദ്യാർത്ഥികളും ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രാമുകൾക്കും ഗ്രൂപ്പുകളുണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. നിങ്ങളും പ്രിപ്പറേഷൻ തുടങ്ങുക. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഗൂഗിളിൽ പോയിട്ട് IGNOU എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ലിങ്ക് വഴി പോയാൽ നിങ്ങൾക്ക് ഈ പോർട്ടലിൽ നിന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ സോഫ്റ്റ് കോപ്പികൾ അവൈലബിൾ ആയിരിക്കും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. BCOM ആണോ BSc ആണോ ഏത് പ്രോഗ്രാമാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സ് കോഡ് അനുസരിച്ചിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇൻക്ലൂഡിങ് പുതുതായിട്ട് വന്നിരിക്കുന്ന MCOM MBA പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഇൻക്ലൂഡിംഗ് ഉള്ള ടെക്സ്റ്റ് ബുക്കുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ സാധിക്കുന്നതായിരിക്കും. സോ ഡു ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ഫോർ ജോയിൻ അവർ വാട്സാപ്പ് ഗ്രൂപ്പ്സ്. അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും January 31st ആണ്. അതിന് മുമ്പായിട്ട് സെമസ്റ്റർ വൈസ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേഗം തന്നെ കിട്ടുന്നത്. ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ യുവർ June 2023 ടേം ആൻഡ് എക്സാമിനേഷൻ.